5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഹൈക്കോടതി വടിയെടുത്തിട്ടും കേന്ദ്രം വഴങ്ങുന്നില്ല. വളരെ രസകരമാണ്. വയനാട് ചൂരൽമലയിലും മുണ്ടകയിലും ഉരുൾപൊട്ടലുണ്ടായി, നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയി. ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. സ്ഥാവരജംഗ വസ്തുക്കളെല്ലാം പോയി. ഒരുപാട് പേർ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളിതുവരെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ വേവ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ലോണിൽ നിന്ന് അവരെ ഇളവ് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു അധികാരമുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇളവ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഇപ്പോഴിതാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമം വന്നിരിക്കുന്നു എന്ന് അറിയുന്നത് 13ാം വകുപ്പ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചട്ടങ്ങളിലെ 13ാമത്തെ വിഭാഗം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വേവ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള റിസർവ് ബാങ്കിൻ്റെയും ബാങ്കുകളുടെയും സമ്മർദ്ദത്തെ തുടർന്ന് വളരെ വലിയ തോതിലാണ് ഈ 13ാമത്തെ വകുപ്പെടുത്ത് കളഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ വകുപ്പെടുത്ത് കളഞ്ഞതിനേക്കാൾ പകരം ആ പണം ഗവൺമെൻറ് കൊടുക്കുമെന്നുള്ള നിലയിലേക്കെങ്കിലും മാറണമായിരുന്നു. ഉരുൾപൊട്ടൽ ഉണ്ടായി, സകലതും നഷ്ടപ്പെട്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ചായ കുടിക്കാൻ പൈസ ഇല്ലാതെ, സിഗരറ്റ് വലിക്കാനും ബീഡി വലിക്കാനും ശീലമുള്ളവർ അത് ചെയ്യണമെന്നല്ല, പക്ഷെ അത് ഒരു ബീഡി വലിക്കാൻ, ഒരു സിഗരറ്റ് വലിക്കാൻ പൈസ ഇല്ലാതെ മദ്യപിക്കുന്ന ശീലമുള്ളവരുണ്ട്. ചെറിയ തോതിലൊക്കെ മദ്യപിച്ചൊക്കെ പോകുന്ന ആളുകളുണ്ട്. ജോലി ചെയ്തിട്ട് വൈകുന്നേരം ചെറിയ രീതിയിൽ മദ്യപിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അതിനൊന്നും ഒരു സാഹചര്യമില്ലാതെ ഉടുതുണിയോടുകൂടി ക്യാമ്പുകളിലേക്ക് പോയവർ, അവരുടെ വീടെല്ലാം നഷ്ടപ്പെടുന്ന, ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് പണിതിട്ടുള്ള എല്ലാ വീടുകളും നഷ്ടമായപ്പോൾ, ലോൺ എടുത്ത് വിദ്യാർത്ഥികളെയും മക്കളെയും പഠിപ്പിച്ചത് വഴിയാധാരമായപ്പോൾ, വീട് വെച്ചതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസം നടത്തി കൊടുക്കുന്നതിൻ്റെ പേരിൽ, ഒരു കല്യാണം നടത്തിയതിൻ്റെ പേരിൽ ഒക്കെ എടുത്തിട്ടുള്ള ലോണുകൾ ഒന്നും എഴുതത്തള്ളാൻ കഴിയാത്ത രീതിയിൽ ഒരു ജനത വിറങ്ങലിച്ച് നിൽക്കുകയാണ്. 750 കോടിയോളം രൂപയാണ് കേരള സർക്കാരിന് കിട്ടിയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പണമെങ്കിലും കൊടുത്തിട്ട് എന്തുകൊണ്ട് വയനാടിലെ ദുരന്തബാധിതരുടെ ലോൺ വേവ് ചെയ്ത് കൊടുക്കുന്നില്ല? കേന്ദ്ര ഗവൺമെൻറ് നിയമം മാറ്റിയെന്നാണ് പറയുന്നത്. മാർച്ച് മാസത്തിൽ നിയമം മാറ്റി. നിങ്ങൾ അറിഞ്ഞില്ലേ എന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിനോടും ഹൈക്കോടതിയോടും ഒക്കെ കേന്ദ്ര ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ചോദിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് വന്നിരിക്കുകയാണ്, അവർ കൊടുത്തിരിക്കുകയാണ്. ഒരു സാഹചര്യത്തിലും ലോൺ വേവ് ചെയ്യാൻ കഴിയില്ല, ലോണിൽ ഇളവ് വരുത്താൻ കഴിയത്തില്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക? ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് ആ പണം കൊടുക്കണം, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ആ പിരിച്ചാ പണം കൊടുക്കണം, അല്ലെങ്കിൽ മൂന്നാമത്തെ ചോയ്സ്, അല്ലെങ്കിൽ അടുത്ത ഒന്നാമത്തെ ചോയ്സ് ആയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആ നിയമം വീണ്ടും റദ്ദ് ചെയ്ത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചട്ടങ്ങളിൽ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വേവ് ചെയ്ത് കൊടുക്കണം. ആ നിയമം കൊണ്ടുവന്നത് ശരിയായില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യത്തെ എടുത്തു കളയുന്നത് ശരിയല്ല. ഏതെങ്കിലും ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്ന ആനുകൂല്യങ്ങൾ എടുത്തു കളയുമോ? കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുകയല്ലേ ഉള്ളൂ. ഇത് പക്ഷേ ബാങ്കുകാരുടെ സമ്മർദ്ദമാകാം, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യമാകാം. എന്തായാലും വയനാടുകാർ ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് കിട്ടേണ്ടുന്ന ലോൺ വേവ് ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ, യാതൊരു തരത്തിലും ലോൺ തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവർ, എത്ര തലമുറ കൊണ്ട് ഇനി ലോൺ തിരിച്ചടയ്ക്കും? വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഒരു വശത്ത് ലോണിൻ്റെ പ്രശ്നങ്ങൾ, മറുവശത്ത് വരുമാനത്തിൻ്റെ വിഷയങ്ങൾ. വീട് വെച്ച് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ കേരള ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് എന്നാണ് പൂർത്തിയാവുക, എപ്പോഴാണ് കിട്ടുക എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും യാതൊരു ധാരണയുമില്ല. അതിനിടയിലാണ് ഇങ്ങനെ ലോൺ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ വാളുകൾ പോലെ ലോൺ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്നത്. എന്താണ് ചെയ്യുക? ഒരു സാഹചര്യത്തിലും ജീവിക്കാൻ കഴിയാത്ത നിലയിലേക്കാണ് വയനാടിലെ ദുരന്തബാധിതർ പോകുന്നത്. തീർച്ചയായിട്ടും സർക്കാർ ഈ ലോൺ ഏറ്റെടുത്തില്ല. ലോണിൻ്റെ തുക സർക്കാരും ബാങ്കുമായി ഒരു ധാരണയുണ്ടാക്കി. സർക്കാർ ഒന്നുകിൽ അവർക്ക് ദീർഘകാലം സമയം കൊടുക്കുക, അവരെ പലിശ ഇളവ് ചെയ്ത് കൊടുക്കുക, മിനിമം പലിശയെങ്കിലും സർക്കാർ അടച്ചിട്ട് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ച് കുറച്ച് കാലത്തേക്കെങ്കിലും അവരെ മാറ്റുക, അല്ലെങ്കിൽ അവരുടെ ലോണുകളൊക്കെ സർക്കാരിൻ്റെ ഏതെങ്കിലും ബാങ്കിലേക്ക് ആക്കുക. ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെ സഹായിക്കണം. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട്, അത് ഹൈക്കോടതിക്കും ആവശ്യപ്പെടാവുന്നതാണ്. ഹൈക്കോടതിക്കും പല നിർദ്ദേശങ്ങളും നൽകാൻ കഴിയുമല്ലോ. ഹൈക്കോടതിയും നമ്മളും മനുഷ്യരും എല്ലാവരും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിയമം മാറ്റാൻ പറയണം. അപ്പോൾ ആ രീതിയിൽ നിയമം മാറ്റിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നമ്മെ സഹായിക്കണം, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് സഹായിക്കണം, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ കഴിയും. അങ്ങനെ ജനങ്ങളോട് ഇത് പറയണം ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഇത് ജനങ്ങളോട് പറയണം. ഇതാ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് പണം തരുന്നില്ല, അവിടെ ലോൺ ഇളവിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല, പൊതുജനങ്ങളെ നിങ്ങൾ പണം തരൂ, ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ ലോൺ വേവ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് പറയണം. എല്ലാവരും കൂടെ അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്നുള്ള നിലയിൽ എല്ലാവരും കൂടെ കൈവച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ലോൺ വേവ് ചെയ്ത് കൊടുക്കാനുള്ള പണം കണ്ടെത്താൻ കഴിയും. അതിനുള്ള ഡ്രൈവുകൾ ഉണ്ടാകട്ടെ. NGOസും സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടി അതിനുള്ള ഡ്രൈവ് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അല്ലാതെ ആ ലോൺ എടുത്തു പോയ പാവങ്ങളുടെ മണ്ടയിൽ ഇതെല്ലാ പാവഭാരവും കൂടി വന്നാൽ ഒരു സാഹചര്യത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇടുത്തി പോലെ ഉരുൾപൊട്ടലുണ്ടായി, അടുത്ത്
എന്താ പറയുക, പിന്നെ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ ഗർഭിണിക്ക് വളഞ്ഞ വേലിക്കിടയിൽ കൂടെ പോകേണ്ടി വരുമെന്ന് പറയുന്നത് പോലെ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് വയനാടിലെ ജനത നീങ്ങുന്നത്. കുറച്ചു കാലമായി വയനാടിനെ കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു, കാരണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ കുറേ വിദഗ്ധന്മാരുണ്ട്, സോക്കാൾഡ് വിദഗ്ധന്മാർ. അവർ പറഞ്ഞത് അവിടെ പോയി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, വയനാട് പോയി കണ്ടിട്ട് പറഞ്ഞത് അവിടെ ഇനി ഒരു 100 വർഷത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകില്ല എന്നാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയത്ത് അവിടെ വീണ്ടും ഉരുൾപൊട്ടി. അപ്പോൾ നമ്മളും വിദഗ്ധരും പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂടി വയനാടുകാരെ വീണ്ടും പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണോ വഞ്ചന, പറ്റിപ്പ്, തട്ടിപ്പ്?